എൻ്റെ പേര് ജിനി എന്നാണ്. എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്താണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. എനിക്ക് കുട്ടികളുണ്ടായില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരുപാട് അവസാനം മടുത്ത് വന്നപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ഉണ്ടായത്. 11 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു കുഞ്ഞ് ഉണ്ടായെന്ന് കൺഫേമായി. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും രാവിലെയും വൈകിട്ടും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം ഉദരത്തിൽ പുരട്ടി ഞാൻ മാതാവിനോട് അപേക്ഷിക്കുമായിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ തരണേന്ന്. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഉപ്പ് ഞാൻ ആഹാരത്തിൽ ചേർത്ത് ഞാനും ഭർത്താവും ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. വളരെ ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. അത് കാരണം പുറത്തേക്കൊന്നും പോകാൻ സാധിച്ചില്ല. പ്രേക്ഷിത പ്രവർത്തികൾക്കൊന്നും ഇറങ്ങി ചെയ്യാനൊന്നും സാധിച്ചില്ല. ഇവിടെ നിന്ന് കിട്ടിയ പത്രങ്ങളും നോട്ടീസുകളൊക്കെ അമ്മമാരും സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ കൂടിയാണ് എല്ലാവർക്കും കൊടുത്ത് എൻ്റെ അനുഭവം അവരെ ബോധ്യപ്പെടുത്തിയത്. ഇപ്പോഴും വയ്യാതിരിക്കുന്നവരെ വീട്ടിൽ പോയി കാണുകയും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യുന്നുണ്ട് ഞാൻ. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇന്നേക്ക് ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു. എന്നാലും ഞാൻ ഭർത്താവിനൊരു ജോലി അത്യാവശ്യമായിരുന്നു. തീരെ വയ്യായിരുന്നു. അലർജി മൂലം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടാണ് ഭർത്താവിന് വിദേശത്ത് ജോലി കിട്ടി. ഇപ്പോൾ പോയിട്ട് 6 മാസം കഴിഞ്ഞു. സുഖമായിരിക്കുന്നു, നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണ്. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 138:7 കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. ജിനിമോൾ എന്ന ഈ സഹോദരി ദാമ്പത്യ ജീവിതത്തിൽ 11 വർഷം പിന്നിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ലാതെ ക്ലേശിച്ച നാളുകളിലാണ് കൃപാസനത്തെക്കുറിച്ചറിഞ്ഞ് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 11 വർഷം മക്കളില്ല എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ജീവിതം ഏതാണ്ട് പ്രതീക്ഷ കൈവിടുന്ന നാളുകളുമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകത ഏത് ജീവിത ദുരന്തത്തിൽ എത്ര പഴകിയതാവട്ടെ, എത്ര പ്രയാസമുള്ളതാവട്ടെ, മറ്റുള്ളവർ ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്നതാവട്ടെ, അതിന്മേൽ ദൈവികമായ തീരുമാനം അമ്മ ഈശോയിലൂടെ നേടിത്തരുന്നു എന്നതാണ്. അതിൻ്റെ ശക്തമായ സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. മരുന്നൊന്നുമില്ല, മരുന്ന് കഴിച്ച് അത് മുഴുവനും ഉപേക്ഷിച്ചവരാണ്. ചികിത്സ ഇനി ചെയ്യില്ലെന്ന് തീരുമാനിച്ചവരാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ വന്ന് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നേർച്ച വസ്തുക്കൾ മാത്രം അത് ഉള്ളിൽ ഉപ്പ് ആഹരിച്ചുകൊണ്ടും ഉദരത്തിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശിക്കൊണ്ടും അമ്മയുടെ സംരക്ഷണയിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ചില കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് അമ്മ അനുവദിച്ചു കൊടുക്കുന്നത്. 11 വർഷം പരിശ്രമിച്ച് പരാജയപ്പെട്ടത് ആ കുടുംബത്തിൽ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ സന്തോഷത്തിൻ്റെ വർത്തമാനം നൽകുകയും ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി കുടുംബത്തെ സഹായിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അമ്മയിൽ ശരണപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ അതനുസരിച്ച് അമ്മ അത്ഭുതകരമായ ഇടപെടലുകൾ ഈശോയിൽ നിന്ന് നേടിത്തരുവാൻ അല്പം പോലും സമയം വൈകത്തില്ല. സമയച്ചുരുക്കത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണിത്. അസാധ്യമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്ന ഈ വിഷയത്തിന്മേൽ ദൈവശക്തിയാൽ ലഭിച്ച അനുഗ്രഹമാണിത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയുടെ പ്രത്യക്ഷീകരണം ഇന്നും ആയിരങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ കുടുംബത്തിന് നൽകിയ തെളിവാണിത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.